ഹലോ, ദിസ് ഇസ് തവർ. ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അതും എൻ്റെ വണ്ടിയിൽ. എൻ്റെ കസിൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷെ ദൂരമായതുകൊണ്ട് ഒറ്റയ്ക്ക് വിടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അല്ലാത്തതുകൊണ്ട് വാശി പിടിച്ചിറങ്ങി. അങ്ങനെ ട്രാഫിക്കും പൊടിയും വെയിലും താണ്ടി എത്തി എനിക്ക് പായസം കിട്ടി. എൻ്റെ ഡെപ്പു ചേച്ചി വെച്ച പായസമാണ്. എനിക്കിങ്ങനെ പാല് കുറുക്കി നല്ല തിക്കായിട്ട് ഉണ്ടാക്കുന്ന പായസമൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതും അടിപൊളിയായിരുന്നു. ഇതാണ് വീണാസ്, എൻ്റെ വീണ ചേച്ചി. ഞാൻ ഈ കൊച്ചിന്റെ വീട്ടിലോട്ടാണ് വന്നത്. എന്നെ കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്ന ഒരാളാണ് ഇത്. വീണ ചേച്ചിയുടെ മോളാണ് ഋത്തിക. നമ്മൾ പാറൂന്ന് വിളിക്കും. ഞാൻ ചെന്നപ്പോ ആള് ട്യൂഷന് പോയേക്കുമായിരുന്നു കേട്ടോ. ഇന്നത്തെ ലഞ്ചിന് ചിക്കൻ കറിയും സാലഡും ചോറുമാണ്. ഇന്നത്തെ ദിവസം ഞാനിവിടെ സ്റ്റേ ചെയ്യണം എന്നായിരുന്നു എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ വീട്ടിൽ 2 പിള്ളേരുള്ളത് കൊണ്ട് നമുക്കത് പറ്റില്ല. കഴിഞ്ഞ വെക്കേഷൻ ഒരു തവണ വന്ന് നിന്നായിരുന്നു. അന്ന് നല്ല വൈബായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ അത് മിസ് ചെയ്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ ചേച്ചിയുടെ കല്യാണ ആൽബം കാണുവാണ്. ഈ നിൽക്കുന്ന 2 പേരെ അറിയാമെങ്കിൽ കമന്റ് ബില്ലോ. ഓരോരുത്തർക്കും വന്ന് ഓരോരോ മാറ്റങ്ങളെ. പക്ഷെ പാർക്കുഞ്ഞ് മാത്രം കല്യാണ ആൽബത്തിൽ ഇല്ല. അതെന്താന്ന് ഞാൻ ചോദിച്ചപ്പോ പറയാം, എന്നെ കൊണ്ടുപോയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം TV ഒക്കെ കണ്ടിരിക്കാന്ന് കരുതി. കൂട്ടത്തിൽ ഞങ്ങളുടെ ബ്ലാബ്ലാ പറച്ചിലും നടക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ കൂടി കഴിഞ്ഞാലും കസിൻസിന്റെ കൂടെ കൂടി കഴിഞ്ഞാലും എനിക്ക് ചിരിക്കാനേ നേരം കാണത്തുള്ളൂ. അതൊരു സ്ഥിരം ഏർപ്പാടല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ചിരിച്ചിരിച്ച് എനിക്ക് കവിള് വരെ വേദനിക്കാറുണ്ട്. ഹലോ ഗൈസ്, ഓ എനിക്ക് ാണ് ഞാൻ പറഞ്ഞ എന്റെ ആ കവിള് വേദനയുടെ റീസൺ. ഇന്ന് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ കരുതി എവിടെങ്കിലും ഔട്ടിങ്ങിന് പോകാം. എങ്ങോട്ടാ പോയതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാവേ. അപ്പൊ അത്രേ ഉള്ളൂ. വീണ്ടും കാണാം.